ഞാൻ ഈ യോഗത്തിലിരുന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കന്യാസ്ത്രീ സഹോദരിമാരുടെ മുഖം കാണുകയാണ്. നിങ്ങളുടെ മുഖത്ത് ആകാംക്ഷയുണ്ട്. ഒരർത്ഥത്തിൽ നിങ്ങളെല്ലാം ഒരു ആന്തരിക സംഘർഷത്തിലൂടെ പോവുകയാണ്. നിങ്ങൾ ഇത്രയുള്ള ഒരു സന്യാസ മാർഗം സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് നിങ്ങൾ അറിയുന്നത് വിദൂര സ്ഥലത്ത് നിങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ കൂടെയുള്ള 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിരിക്കേണ്ട ഒരവസ്ഥ വന്നെന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു വൈകാരികമായ നിമിഷമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ആ വൈകാരികതയുടെ അപ്പുറന്ന് കുറച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പം ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഈ സുവിശേഷം നിങ്ങൾ ലോകത്തിൽ മുഴുവൻ ഉദ്ഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മിഷണറി സംഘങ്ങൾ പലയിടത്തും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആദ്യകാലം വന്ന സംഘടനകളെല്ലാം പോർച്ചുഗീസ് സംഘങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് യൂറോപ്യൻ സംഘടനകൾ വന്നത്. പോർച്ചുഗീസ് മിഷണറി പ്രവർത്തനം തീരപ്രദേശത്ത് നിന്നും മാത്രമല്ല, ഈ തീരപ്രദേശത്ത് ജീവിക്കുന്ന മുക്കുവ തൊഴിലാളികളെ, ആ സമുദായത്തിനെ ഒന്നടക്കം മതപരിവർത്തനം ചെയ്യുകയാണ് ചെയ്തത്. അത് 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലായിരുന്നു. അത് കഴിഞ്ഞ് 18-19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് യൂറോപ്പിൽ മത നവീകരണം വരികയും അതിനുശേഷം പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി സംഘങ്ങൾ സ്ഥാപിക്കപ്പെടുകയും അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സാമ്രാജ്യത്വം വളർന്നു വരുന്നതിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് കോളനീകരണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിഷണറി സംഘങ്ങൾ വന്നത്. എന്നാൽ പലപ്പോഴും സംഘങ്ങളെപ്പറ്റി തന്നെ ആവരാതിയുണ്ട്, കോളനി ശക്തികളുടെ ഒരു സോഫ്റ്റ് പവർ ആയിട്ടാണ് അവർ പ്രവർത്തിച്ചതെന്ന്. എന്നാൽ അതിലും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. പക്ഷെ അവരെന്താണ് ചെയ്തത്? നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ LMS ലണ്ടൻ മിഷണറി സൊസൈറ്റി, CMS ചർച്ച് മിഷണറി സൊസൈറ്റി, ബാസൽ മിഷൻ, ഇവിടെ മലബാർ പ്രദേശത്ത് പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തനം എന്തായിരുന്നു? അവർ സ്കൂളുകൾ സ്ഥാപിച്ചു. അതിൻ്റെ പിന്നൊരു ഉദ്ദേശമുണ്ട്. കാരണം അതുവരെ വളരെ ഉയർന്ന സമുദായത്തിൽ ഉയർന്ന ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസം കിട്ടുകയുള്ളായിരുന്നു. തിരിച്ചിട്ട് എല്ലാവരെയും പ്രവേശിപ്പിക്കുന്ന സ്കൂളുകൾ സ്ഥാപിച്ചു. ആതുര സൗകര്യങ്ങൾ, ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. അതിനും പ്രത്യേകത ഉണ്ട്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നിടത്ത് ഈ സൗകര്യങ്ങൾ എല്ലാവർക്കും സാർവജനീയമായിരുന്നില്ല. ഈ സൗകര്യങ്ങൾ അതുപോലെ ഈ മറ്റ് സാഹിത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തു. അവർ മതം മാറ്റം, മതപരിവർത്തനം, അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഇത്രയധികം ആശങ്കകളൊക്കെ രാജ്യത്തിൽ തന്നെ വന്നത്. ഇത് അതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ മതപരിവർത്തനത്തിന് 2 വശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അത്ര പെട്ടെന്ന് മതം മാറില്ല. മതം മാറുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ചില കേസുകളിൽ ഭാര്യ മതം മാറാൻ തയ്യാറല്ലാതെ ഭാര്യയും ഭർത്താവും 2 മതങ്ങൾ വിടുകയും ഭാര്യ പോയി കളയുന്നതും അല്ലെങ്കിൽ ഭർത്താവ് പോയി കളയുന്നതുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. പെട്ടെന്ന് ഒരാൾ മതം മാറില്ല. അതേസമയത്ത് നമ്മൾ കാണണം, സമുദായത്തിലെ ഏറ്റവും താഴ്ന്നവരാണ് ആദ്യം മതം മാറാൻ വന്നത്. അവർക്കാണ് ഈ മിഷണറി പ്രവർത്തനങ്ങളെ കൊണ്ട് വളരെ ഗുണങ്ങൾ ഉണ്ടായിരുന്നതെന്നും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് തന്നെ അതിനെതിരായിട്ട് പലതരത്തിലുള്ള
പ്രശ്നങ്ങൾ നേരിടാറുണ്ടായിരുന്നു. മിഷണറിമാരെ ആക്രമിക്കാറുണ്ടായിരുന്നു. അവരെ അവരുടെ മേലെ പലതരത്തിലുള്ള പീഡനങ്ങളും ഏൽപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ക്രൈസ്തവ മിഷണറിമാരുടെ സമീപനം പൊതുവെ സഹനത്തോടു കൂടി മുൻപോട്ട് പോകുക എന്നുള്ളതായിരുന്നു. തുടർന്ന് നമ്മളെ കാലം മാറി. 20-ാം നൂറ്റാണ്ട് ആയതോടു കൂടിയിട്ട് ഈ മിഷണറി പ്രവർത്തനങ്ങളോടുള്ള സമീപനവും മാറി. ഒന്ന്, പൊതുവായിരുന്ന ഒരു അഭിപ്രായം എന്തായിരുന്നു എന്ന് വെച്ചാൽ, മിഷണറിമാർക്ക് ഹൈന്ദവ സമുദായങ്ങളെയോ അത് പ്രാദേശിക സംസ്കാരത്തിനെയോ പറ്റിയിട്ട് വേണ്ടത്ര അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. ആ അറിവ് കുറേ അധികം അവർ നേടുകയും ചെയ്തു പിന്നീട്. എന്നാൽ 20-ാം നൂറ്റാണ്ട് വന്നതിന് ശേഷം ഈ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം മാറിയിട്ട് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് അല്ലെങ്കിൽ ഒരു സംവാദത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം അന്തരിക്കുന്നതിൻ്റെ അല്പകാലം മുമ്പ് അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയിട്ട് അവിടുത്തെ മുസ്ലിം പള്ളിയിലെ ഏറ്റവും വലിയ ഇമാമുമായിട്ടാണ് സംഭാഷണം നടത്തിയത്. ഈ തരത്തിലുള്ള ഒരു അതിരുകളിലേക്ക് ക്രൈസ്തവ മതം പോകുന്നു. എന്നാൽ ഇന്ത്യയിൽ എന്താ ഉണ്ടായിരുന്നത്? ഇപ്പം ഹമീദ് സാർ പറഞ്ഞു, ഭരണഘടന എന്ത് തരത്തിലുള്ള ഒരു സെക്യുലർ ഭരണഘടനയായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടത്. ഇന്ത്യ തുടക്കത്തിൽ തന്നെ ഒരു ഹിന്ദു രാജ്യമായിട്ടൊന്നും സ്വന്തം ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മതങ്ങൾക്ക് എല്ലാ തുല്യ അവകാശങ്ങൾ തിരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും തരുന്നുണ്ട്. ഒരാളുടെ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത് സാറ് പറഞ്ഞ മാതിരി തന്നെ ചില കേസിലൊക്കെ ദുരുപയോഗപ്പെടുന്നുണ്ട്. ഈ സാറ് പറഞ്ഞ മാതിരി ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് അല്ലാത്ത രീതിയിൽ ഇന്ന് നിങ്ങൾ സിസ്റ്റേഴ്സ് അവിടെയൊക്കെ ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരുപക്ഷെ സ്കൂളുകൾ നടത്തുകയായിരിക്കും. ഈ ജയിലിലുള്ള സിസ്റ്റേഴ്സ് സ്കൂൾ നടത്തുകയായിരിക്കും, ആതുരാലയങ്ങൾ നടത്തുകയായിരിക്കും, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുകയായിരിക്കും. എന്നാൽ അത് ഇന്ന് ഒരു തരത്തിലുള്ളൊരു അസഹിഷ്ണുത നമ്മൾ കാണുന്നു. അത് ഇപ്പം നമ്മൾ ബജ്റംഗ് ദളിനെ പറ്റി പറഞ്ഞു. ബജ്റംഗ് ദളൊക്കെ ഈ BJPയുടെ ഒരു സായുധ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന്. ഈ സങ്കല്പം തന്നെ ഹിന്ദുമതം തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. കാരണം ഹിന്ദുമതം വളരെ സഹിഷ്ണുതയുള്ള മതമാണ്. ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ചിന്താധാരകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സഹിഷ്ണുതയുണ്ട്. അത് മനസ്സിലാക്കാത്ത തരത്തിലാണ് ഈ തരത്തിലുള്ള ഈ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് രാജ്യം അല്പം മാറി നീങ്ങിപ്പോകുന്നത്. നമുക്ക് ചരിത്രത്തിൻ്റെ ഉദാഹരണം പോകുകയാണെങ്കിൽ മതപേരുള്ള രാജ്യങ്ങൾ അധപതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മതപേരുള്ള രാജ്യങ്ങൾ സാറ് പറഞ്ഞ മാതിരി ചുരുക്കം ചില മത നേതാക്കന്മാരുടെ കൺട്രോളിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളെ എല്ലാത്തിനോടും വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. തിരിച്ചിട്ട് സെക്യുലറായിട്ടുള്ള നിരപേക്ഷമായിട്ടുള്ള ഒരു രാജ്യവും സമൂഹവും നിലനിൽക്കാനും വളരാനും സാധ്യതയുണ്ട്. ഇനി സിസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അതിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രയാസങ്ങൾ നേരിടുമ്പം ചരിത്രപരമായിട്ട് നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പം ക്രിസ്തു മതത്തിന് അവസാനം അത് വളർച്ചയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് പല രീതിയിലും. ആദ്യ കാലഘട്ടം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ആദ്യം റോമിലെ അടിമകളായിരുന്നു ക്രിസ്ത്യാനികൾ. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. എന്നാൽ ക്രമേണ റോം പോയിട്ട് ക്രിസ്ത്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പ്രവർത്തനം തുടർന്ന് പോകുക. പിന്നെ ആ ദൂരെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് നമുക്കെന്നും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്, അവരോടുള്ള അനുകമ്പകളുണ്ട്. ഇനി നിങ്ങളെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.